ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 29-ാം ഭാഗം. രചന ആമിക. അവതരണം ബിൻസു ഷിജി. നകുൽ പറയുന്നത് കേട്ട് റോബിൻ്റെ മുഖമൊന്ന് ചുളിഞ്ഞു. അയാളുടെ കണ്ണുകളിൽ ഗൗരവം നെളിച്ചു. മരിച്ച ഒരാളുടെ നമ്പറോ? അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് വെറും ഒരു മുഖംമൂടി മാത്രമായിരുന്നു എന്നാണോ നീ പറയുന്നത്? അയാൾ ചോദിച്ചു. നകുൽ സമ്മതമെന്നോണം തലയാട്ടി. അതെ സാറേ, ഇപ്പോൾ ആ നമ്പർ പ്രവർത്തനരഹിതമാണ്. അവർ പറഞ്ഞിരുന്ന ഗൂഗിൾ സൈറ്റിൻ്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. അത് പൂർണ്ണമായും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. IP അഡ്രസ്സ് വെച്ച് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയിരുന്നു. അതൊരു അക്ഷയ സെൻ്ററാണ്. നമ്മുടെ കഷ്ടകാലത്തിന് അവർ ആ ഓഫീസ് മാറുകയും ചെയ്തു. പഴയ ഡീറ്റെയിൽസ് ഒന്നും അവരുടെ കയ്യിൽ ഇല്ലതാനും. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് മുഴുവനും ആരോ സെറ്റ് ചെയ്തു വെച്ചതുപോലെയുണ്ട്. നമുക്ക് പ്രതിയിലേക്ക് എത്താൻ പറ്റിയ ഒരുപാട് തെളിവുകൾ ഈ 3 കേസിലും ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നകുൽ നിരാശയോടെ പറഞ്ഞു. റോബിൻ ഒന്ന് നീട്ടിമൂളി. ഇനി ഞാനെന്താണ് ചെയ്യേണ്ടത്? സാറേ, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ഈ കേസ് വേറെ ആരെയെങ്കിലും ഏൽപ്പിക്കാമോ? എന്തോ ഞാൻ പരാജയപ്പെട്ടു പോകുമെന്ന് ഒരു സംശയം. നകുൽ നിരാശ കലർന്ന സ്വരത്തിൽ പറഞ്ഞു. റോബിൻ അല്പനേരം നകുലിനെ ഉറ്റുനോക്കി. ശേഷം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. തൽക്കാലം താൻ തന്നെ ഈ കേസ് അന്വേഷിക്ക്. സമയമാകുമ്പോൾ ഇതിനുള്ള വഴി ഞാൻ കണ്ടെത്തിക്കൊള്ളാം. എന്തായാലും താൻ ആ അരുണിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. അയാളെ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്യണം. അതുമാത്രമാണ് ഈ കുരുക്കുകൾ അഴിക്കാനുള്ള ഒരേ ഒരു പോംവഴി. റോബിൻ അത് പറയുമ്പോൾ നകുലിൻ്റെ മുഖം കൂടുതൽ മങ്ങി. താൻ എന്തിലേക്കോ ചെന്ന് ചാടുകയാണെന്ന് തിരിച്ചറിവ് അവനെ വല്ലാതെ അലട്ടി. ഫെബ്രുവരി 5, ജമാലിൻ്റെ വീട്. സമയം രാത്രി 11:30. പുറത്ത് കാറ്റും കോളുമുള്ള രാത്രി. പെട്ടെന്ന് മുകളിലത്തെ മുറിയിൽ നിന്നും ഫൈസലിൻ്റെ അലറിയുള്ള ശബ്ദം കേട്ടാണ് ജമാലും ഭാര്യയും ഞെട്ടി ഉണർന്നത്. മാമ, അവിടെ അവൾ! ഫൈസൽ അവരുടെ മുറിയിലേക്ക് പാഞ്ഞു വന്നു. പ്രേതത്തെ കണ്ടതുപോലെ അവൻ ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു ഭ്രാന്തനെ പോലെ ജമാലിൻ്റെ പുറകിൽ അവൻ ഒളിച്ചു നിന്നു. പാറിപ്പറന്നു കിടന്ന അവൻ്റെ മുടി കണ്ണുകൾക്ക് മുന്നിലേക്ക് വീണപ്പോൾ അവൻ വീണ്ടും ഭയന്ന് നിലവിളിച്ചു. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവൻ്റെ അലർച്ച ആ വീടിൻ്റെ ഭിത്തികളിൽ പ്രതിധ്വനിച്ചു. മോനെ പാച്ചു, നിനക്ക് എന്താ പറ്റിയത്? ആരാ അവിടെ? ജമാൽ ആ അലർച്ചയുടെ നടുക്കത്തിൽ അവനെ ഇറുകെ ചേർത്ത് പിടിച്ചു. മാമ, അവിടെ അവളുണ്ട്. അവൾ മരിച്ചിട്ടില്ല. അവൾ എന്നെ കൊല്ലാൻ വന്നതാ. പാച്ചു ഭ്രാന്തമായ ഭയത്തോടെ ജമാലിൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ എന്നെ വിടില്ല. അവൾ ഇനിയും വരും. എന്നെ കൊല്ലും. ഞാൻ അപ്പോഴും പറഞ്ഞതാ പാച്ചുവിനെ ആ റൂമിൽ കിടത്തരുതെന്ന്. മോളുടെ ഓർമ്മകൾ മാത്രം നിറഞ്ഞ ആ മുറി അവനെ വല്ലാതെ തകർക്കുന്നുണ്ട്. പാവം, അവൻ അവളെ അത്രമേൽ സ്നേഹിച്ചിരുന്നില്ലേ? ജമാലിൻ്റെ ഭാര്യ കണ്ണീരോടെ പറഞ്ഞു. അതിനവനെ ആ മുറിയിൽ കിടക്കാൻ ആരും നിർബന്ധിച്ചില്ലല്ലോ. മോള് പോയ ശേഷം ആദ്യമായാണ് അവനിവിടെ വരുന്നത്. പഴയ ഓർമ്മകൾ അവൻ്റെ മനസ്സിനെ വേട്ടയാടിയതാകും. അതുമല്ലെങ്കിൽ ഉറക്കത്തിൽ വല്ല പേടി സ്വപ്നവും കണ്ടതായിരിക്കാം. പോട്ടെ മോനെ, സാരമില്ല. അവൻ പാച്ചുവിൻ്റെ വിറയ്ക്കുന്ന തോളുകളിൽ വാത്സല്യത്തോടെ തഴുകി സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഇല്ല മാമ, ഞാൻ കണ്ടതാ. അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നെ കൊല്ലുമെന്ന് അവൾ എഴുതി കാണിച്ചു. അവൾ അത് ചെയ്യും, എനിക്ക് ഉറപ്പാ. പാച്ചു ഭീതിയോടെ വിറച്ചുകൊണ്ട് പുലമ്പി. ജമാൽ ആകാശത്തേക്ക് മുഖമുയർത്തി വേദനയോടെ തേങ്ങിപ്പോയി. എൻ്റെ റബ്ബേ, എന്തൊരു പരീക്ഷണമായത്! ഞങ്ങൾക്ക് നീ തന്ന ആകെ ഒരു പൊന്നുമോളാണ്. അവളെയും നീ തിരികെ വിളിച്ചു. പാച്ചുവെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് കരുതിയതാ. ഈ പരീക്ഷണങ്ങൾ അരുതേ. എനിക്കിപ്പോൾ ഇവിടുന്ന് പോകണം മാമ, എൻ്റെ വീട്ടിലേക്ക്. അല്ല, ഗൾഫിലേക്ക് തിരിച്ചു പോയാൽ മതി. ഈ നാട്ടിൽ നിന്നാൽ അവൾ എന്നെ കൊല്ലും. അവൾ പ്രതികാരം ചെയ്യാൻ ഇനിയും വരും. എന്നെ രക്ഷിക്കൂ മാമ. ഫൈസൽ ധൃതിയിൽ എഴുന്നേറ്റ് നിന്നു. നീ എന്തൊക്കെയായി പറയുന്നേ? ഈ പാതിരാത്രിയിൽ എങ്ങനെ ഗൾഫിലേക്ക് പോകാനാ? പേടിക്കണ്ട, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അതുമാത്രമല്ല, നീ എന്തൊക്കെയായി നീ വിളിച്ചു പറയുന്നത്? അവൾ നിന്നെ എന്തു ചെയ്യുമെന്നാ? ഈ ലോകത്ത് അവൾ ഏറ്റവും സ്നേഹിച്ചത് നിന്നെയല്ലേ. പിന്നെ എന്തിനാ അവൾ നിന്നോട് പ്രതികാരം ചെയ്യുന്നത്? ജമാലിൻ്റെ വാക്കുകൾ കേട്ടതും ഫൈസലിൻ്റെ മുഖം വിളറി വെളുത്തു. ആ നിമിഷത്തെ പരിഭ്രമത്തിൽ അവൻ്റെ കണ്ണുകളിൽ വന്ന ഞെട്ടൽ ജമാലിൻ്റെ ഭാര്യ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു. അവർ പെട്ടെന്ന് ചോദിച്ചു. പാച്ചു, നീ ഞങ്ങളോട് പറയാത്തതായി എന്തെങ്കിലും ഉണ്ടോ?
നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരുന്നോ? തൻ്റെ വാക്കുകൾക്ക് പിഴവ് പറ്റിയെന്ന് തിരിച്ചറിഞ്ഞ ഫൈസൽ പെട്ടെന്ന് സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഭയന്ന് വിറച്ചു നിന്ന ഭാവം മാറ്റി അവൻ നിർവികാരനായി പറഞ്ഞു, എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടു, അത്രമാത്രം. ഇനി ഇവിടെ നിന്നാൽ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് പോകണം. എന്നാൽ പിന്നെ ഞാനിവനെ വീട്ടിൽ വിട്ടിട്ട് വരാം. നീ കിടന്നോ? അല്ല വേണ്ട, നീയും കൂടെ പോയിരുന്നോ? ഇവിടെ തനിച്ചാവണ്ടല്ലോ. ജമാൽ ഭാര്യയോടായി പറഞ്ഞു. ഇക്ക പോയിട്ട് വാ, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. ഞാൻ കിടക്കട്ടെ. സംശയത്തോടെ ഫൈസലിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ സാവധാനം പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം, നീ കിടന്നോ. അത് പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പോകുന്ന ജമാലിനെ വേദനയോടെ കുറച്ചു നേരം നോക്കി നിന്നിട്ട് അവർ സാവധാനം വാതിലടച്ച് മുറിയിലേക്ക് നടന്നു. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ഉറങ്ങാനായില്ല. എന്തോ വല്ലാത്തൊരു അസ്വസ്ഥത അവരെ വരിഞ്ഞു മുറുക്കി. മകൾ മരിക്കുന്നതിന് ഒരാഴ്ച മുൻപ് കണ്ണീരോടെ പറഞ്ഞ വാക്കുകൾ ആ നിമിഷം അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഉമ്മ, ഈ ലോകം നമ്മളെപ്പോലല്ല, ഒക്കെയും ചീത്തയാ. ആരെ വിശ്വസിക്കണം, ആരെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ അസ്വസ്ഥത അധികമായപ്പോൾ അവർ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. സാവധാനം മകളുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. സ്റ്റെപ്പുകൾ കയറുമ്പോൾ 2 ദിവസം മുൻപ് ജമാൽ ഫോണിൽ ഫൈസലിനോട് പറഞ്ഞ വാക്കുകൾ അവരുടെ കാതുകളിൽ അസ്വസ്ഥതയോടെ അലയടിച്ചു. മോനെ പാച്ചു, എന്തിനാ നീ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇനി നീ ഒന്നും സമ്പാദിക്കേണ്ട. നിനക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. ആകെ ഉണ്ടായിരുന്ന ഒരു അവകാശി പോയില്ലേ? ഇനി മാമയുടെ സ്വത്തിന് നീയല്ലാതെ ആരാ അവകാശി? മകളുടെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഫൈസൽ ഓടിയെത്തുമെന്നാണ് കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. അവളില്ലാത്ത ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള സങ്കടമായിരിക്കും അതിന് കാരണമെന്നാണ് താൻ അന്ന് കരുതിയത്. പക്ഷേ സ്വത്തിൻ്റെ മുഴുവൻ അവകാശി താനാണെന്ന് അറിഞ്ഞതോടെ അവൻ ഓടിയെത്തിയതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടാവുമോ? ആ ചോദ്യം അവരുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടി. വല്ലാത്ത ആലോചനയോടെ അവർ മകളുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ കണ്ട കാഴ്ചയിൽ അവർ ഒരു നിമിഷം പകച്ചുപോയി. പോലീസുകാർ പോയതിനു ശേഷം താൻ തന്നെ അടുക്കി വെച്ച മുറിയിലെ സാധനങ്ങളെല്ലാം ആരോ വാരി വലിച്ചിട്ടിരിക്കുന്നു. ആരാണിത് ചെയ്തത്? ഫൈസലാണോ? അങ്ങനെയെങ്കിൽ അവൻ എന്ത് രഹസ്യമാണ് ഇവിടെ തിരയുന്നത്? ആ അമ്മയുടെ മനസ്സിൽ ചോദ്യങ്ങൾ അലയടിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു തേങ്ങൽ കേട്ടതുപോലെ അവർ കാതു കൂർപ്പിച്ചു. ആ മുറിയിൽ എവിടെയോ തൻ്റെ മകളുണ്ട്. അവളുടെ അടക്കിപ്പിടിച്ച വിതുമ്പലുകൾ, താൻ പോലും അറിയാത്ത മകളുടെ നൊമ്പരങ്ങൾ. അവൾ തന്നോടെന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായിരിക്കും അത്? പെറ്റ വയറിൽ ഒരൊറ്റ ആന്തൽ. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.